പഞ്ചാബിന്റെ എല്ലൂരി രാജസ്ഥാൻ റോയൽസ്. പഞ്ചാബ് തോറ്റടി. പഞ്ചാബിന്റെ അൺബീറ്റൺ റൺ അങ്ങനെ അവസാനിച്ചു. അൺബിലീവബിൾ. രാജസ്ഥാനൊക്കെ പഞ്ചാബിനെ തോപ്പിക്കുന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കിടുക്കളിയായിരുന്നു കേട്ടോ. ഒരു നൈസ് എന്റർടൈനർ ആയിരുന്നു. പഞ്ചാബിനെ നോക്കിയാലും രാജസ്ഥാനെ നോക്കിയാലും അവരുടെ മെയിൻ പില്ലേഴ്സ് ആ രണ്ട് ഓപ്പണേഴ്സ് ആണ്. സോ ഇന്നും പ്രിയാൻഷ് ആര്യയുടെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആർച്ചർ വേഴ്സസ് പ്രിയാൻഷ് ആര്യയുടെ ഒരു ഫേസ് ഓഫ് ഉണ്ടായിരുന്നു. കിടുവായിരുന്നു. യൂഷ്വലി പ്രിയാൻഷ് ആര്യ ഹി യൂസ് ടു കിൽ ബൗളേഴ്സ്. എന്നാ ലിറ്ററലി ആർച്ചർ പ്രിയാൻഷ് ആര്യ കൊന്നു. ആ കളി കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആർച്ചറിന്റെ ഫസ്റ്റ് ബോളില് പ്രിയാൻഷ് ആര്യ ഔട്ട് ആവേണ്ടാണ്. ആർച്ചർ സ്ലിപ്പിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ അണ്ണൻ പരാഗ് അണ്ണൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് അവിടെ ക്യാച്ച് കിട്ടുന്നുണ്ട്. പോയി ജയ്സ്വാൾ ഒരു ക്യാച്ച് മിസ്സാക്കി. ആ ഓവറിൽ തന്നെ ആർച്ചർ തൂക്കി. കംപ്ലീറ്റ്ലി ബീറ്റൻ ആയിരുന്നു. ആ ഓവറിൽ പ്രിയാൻഷ് ആര്യ കംപ്ലീറ്റ്ലി ബീറ്റൻ ആയിരുന്നു. പിന്നെ പ്രഭ്സിമ്രൻ വന്നിട്ട് 50 റണ്ണൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു ഫ്രം ഓൾമോസ്റ്റ് 39 ഡെലിവറീസ്. യൂഷ്വലി കണ്ടുവരുന്ന പ്രഭ്സിമ്രനെ ആയിരുന്നില്ല. ബർഗർ അണ്ണനെ അടിച്ച് പിസയൊക്കെ ആക്കി, അത് വേറെ കാര്യം. പക്ഷെ പഞ്ചാബ് ഇങ്ങനെ അല്ല. യൂഷ്വലി കണ്ടുവരുന്ന പഞ്ചാബേ അല്ല. ശ്രേയസ് അയ്യർ കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു തവണ ഞാൻ നോക്കുമ്പോൾ 16 ബോളിൽ 12 റൺ അങ്ങനെ എന്തോ ആയിരുന്നു ശ്രേയസ് അയ്യർ. ആൻഡ് ശ്രേയസ് അയ്യർ ബാറ്റൊക്കെ മാറ്റി ഒരു 6 അടിച്ച് കയറിപ്പോയി. പിന്നെ ഈ ഒരു സ്കോർ ഒരു 200ന്റെ മുകളിൽ പോലും എത്തില്ല എന്ന് തോന്നിയതാണ്. ആ ഒരു സ്കോർ എത്തിച്ചത് സ്റ്റോണിസിന്റെ മാസ്മരിക പ്രകടനം. എജാതി അടിയായിരുന്നു. വരുന്നവന് പോണവനൊക്കെ പിടിച്ച് അടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സ്റ്റോണിസിനൊക്കെ പ്രായമായി. ആൻഡ് ആള് എന്നിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഇനി എന്ത് കളി വേണ്ടിയിരിക്കുന്നു. എജാതി പവർ സാധനമായിരുന്നു. അതുകൊണ്ട് 200ന്റെ മുകളിൽ പോയി. സ്റ്റിൽ യൂഷ്വലി കണ്ടുവരുന്ന പഞ്ചാബിന്റെ കളിയേ ആയിരുന്നില്ല. രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. നൈസ് ആയിരുന്നു. ജഡേജയ്ക്കൊക്കെ ഫസ്റ്റ് ഓവർ അടി കിട്ടി. സ്റ്റിൽ ജഡേജ തിരിച്ചു വന്നു. ഏതാണ്ട് യശ്രാജ് ഫിലിംസ അങ്ങനെ ഏതൊരു ചെറുക്കൻ ഇന്നാണ് ആദ്യത്തെ കളി കളിക്കുന്നുള്ളൂ. 2 വിക്കറ്റ് എടുത്തു. കിട്ടു ബോളിംഗ് ആയിരുന്നു ആളുടെ. ഫസ്റ്റ് ഓവർ നല്ല അടി കിട്ടിയിട്ട് ചെറുക്കൻ കിട്ടുമായി തിരിച്ചു വന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിങ്ങിനെ പറ്റി പിന്നെ പറയേ വേണ്ട. ഒരുത്തൻ ആട്ടം ബോംബും മറ്റേത് വന്നിട്ട് മിനി ബോംബുമാണ്. 15 വയസ്സുള്ള ചെറുക്കൻ ലോക്കി ഫെർഗ്യൂസിനെ കിട്ടുക. പെരട്ടി എടുത്തു, ഉരുട്ടി എടുത്തു. ഞാൻ വിചാരിച്ചു ലോക്കിക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്. അല്ല, അണ്ണനുണ്ട്. ഹർഷ്ദീപ് സിംഗ് ഉണ്ട്. സൂര്യവംശി കൊടുക്കുന്ന ഒരു സ്റ്റാർട്ട് ഉണ്ട്. ആ സ്റ്റാർട്ടിലാണ് കളി കംപ്ലീറ്റ് ആയിട്ട് രാജസ്ഥാന്റെ കയ്യിൽ വന്നത്. സോ ഓൾമോസ്റ്റ് അവര് പവർ പ്ലേക്ക് കിട്ടുമായിട്ടാണ് യൂസ് ചെയ്ത്. ഓൾമോസ്റ്റ് മറ്റേ 80-90 റൺസ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം 6 ഓവറിൽ. അവിടുന്ന് അങ്ങോട്ട് സൂര്യവംശി ഔട്ടായപ്പോ ഞാൻ വിചാരിച്ചു കളി കയ്യിൽ നിന്ന് പോയിരുന്നു. ജയ്സ്വാള് അപ്പൊ ഗിയർ മാറ്റി. ആകെ ഒരു പാഴ് നിന്ന് രാജസ്ഥാന്റെ തോന്നിയത് ധ്രുവ് ജുറയിലായിരുന്നു. എത്രയാണ് 16 ബോളൊക്കെ ആള് ബോൾ വെറുതെ വേസ്റ്റ് ചെയ്തു. യു ആർ ചേസിങ് ഓൾമോസ്റ്റ് 220 ആൻഡ് ദിസ് ഗായ് ഈസ് വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ഡെലിവറീസ്. അണ്ണനെ മറ്റേ വാഴ വെക്കാൻ ഇഷ്ടമായി തോന്നുന്നു. ധ്രുവ് ജുറേൽ ഔട്ടായതിനു ശേഷം എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മറ്റേ ഹർപ്രീത് ബ്രാറോ ആരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കളി. ഹി വാസ് ബോളിംഗ് വെരി നൈസ്. പിന്നെ വന്നു ഒരു മുതല് ഫെറാറി അണ്ണൻ. ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. ആള് മറ്റേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മറ്റേ എന്താ ടെക്സസിനാ അല്ലെങ്കിൽ മറ്റേ വേറെ ജോബർഗിനെ ഏതോ ഒരു സാധനത്തിൽ കളിക്കുന്നുണ്ട്. ഫെറാറി അണ്ണൻ ഓൺ ലോഡ് മോഡ് ഗോഡ് മോഡ് യജാതി അടി. മറ്റേ ലോക്കി ഫെർഗ്യൂസിന് ഒരു 6 അടിച്ചു 105 മീറ്റർ. കിടു സാധനമായിരുന്നു. കളി കംപ്ലീറ്റ് ആയിട്ട് പഞ്ചാബിന്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് തോന്നുന്നു ലോക്കിനെ ഒന്നും ഇറക്കിയില്ലെങ്കിൽ പിന്നെയും കളി ചിലപ്പോൾ അവരെ കയ്യിലിരുന്നേനെ. ലോക്കിയൊക്കെ ചെണ്ടയായിരുന്നു. ഹർഷ്ദീപ് സിംഗ് അതേറെ ചെണ്ട. പിന്നെ വേറൊരുത്തനുണ്ടെന്ന് ഇതിന് ശുഭം ദൂബയാ അങ്ങനെ മറ്റേ ശിവൻ ദൂബയുടെ ഏട്ടൻ അനിയന് എന്തെങ്കിലും ആണോ എന്തോ ആണോ അല്ല ഐ ഡോണ്ട് റിയലി നോ. എന്നാ ശിവൻ ദൂബെ ഇവനെ കണ്ട് പഠിക്കും. ഇതാണ് 6 ഹീറ്റിംഗ് 6 ചാമി. നീയും ഉണ്ട് ഒരു വാഴ. ചെറുക്കം വന്ന് 2-3 6 അടിച്ചു. കളി കയ്യിന്ന് പോയി. ആൻഡ് ഈ ഫെറാറി അണ്ണന്റെ ഇന്റന്റ് ഒക്കെ അടിക്കുക, തട്ടോ തൂക്കറോ സുത്രോ 6 അടിക്കറോ, അതാണ് അണ്ണന്റെ ഇന്റന്റ്. രാജസ്ഥാൻ ഇന്ന് സ്കോർ ചെയ്ത് മക്കളായ. യൂഷ്വലി കണ്ടുവരെ രാജസ്ഥാൻ ആയിരുന്നില്ല. കിടുവായിരുന്നു. ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും അവര് ഡോമിനൻസ് ഇന്ന് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് പഞ്ചാബ് അങ്ങനെ തോറ്റു. പഞ്ചാബ് തോറ്റു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ടീമിൽ ഒന്നാണ് പഞ്ചാബ്. ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡൈ ഹാർഡ് ഫാനാണ്. ചെന്നൈ എത്ര കളി തോറ്റാലും ഞാൻ ചെന്നൈയുടെ കളി ഇരുന്ന് കാണും. പിന്നെ എനിക്ക് ഇഷ്ടം പഞ്ചാബ്, അതേപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ബിക്കോസ് ഓഫ് KL രാഹുൽ. പിന്നെ മുംബൈയുടെ കളി കാണാറുണ്ട്, RCBയുടെ കളി കാണാറുണ്ട്. ഇത്ര പേരെ ഞാൻ കളി കാണാറുള്ളൂ. രാജസ്ഥാന്റെ സൺറൈസേഴ്സിന്റെ പോലും ഞാൻ കാണാറില്ല. ആ രാജസ്ഥാൻ പഞ്ചാബിന് പൊട്ടിച്ചടാ.
എനിവേസ് പഞ്ചാബ് തിരിച്ചു വരും, മിക്കവാറും നോക്കിക്കോ. പ്ലേ ഓഫില് പഞ്ചാബ് ഉണ്ടാവും, ബാംഗ്ലൂർ ഉണ്ടാവും, രാജസ്ഥാൻ ഉണ്ടാവും, സൺറൈസേഴ്സ് ഉണ്ടാവും. വേറെ ആരും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആരൊക്കെ പ്ലേ ഓഫിൽ കയറുമെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ശരി, അടുത്ത കളിയായിട്ട് വരാം.